മനുഷ്യജീവിതം അതിൻ്റെ അടിസ്ഥാനപരമായ ഡീഫാൾട്ട് എന്നത് പരീക്ഷണമാണ്. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവർ, ആരാണ് അള്ളാഹുവിനോടും റസൂലിനോടും നന്നായി നല്ല നിലപാട് സ്വീകരിച്ച് ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു ഈ ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ മരണാനന്തര ജീവിതത്തിൽ അതിന് തുല്യമായ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചു എന്നതിനനുസരിച്ച് മരണാനന്തര ജീവിതത്തിൽ നമ്മൾ പ്രതിഫലം നൽകപ്പെടുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാനാണ്, ജീവിച്ച് കാണിച്ചു തരാനാണ് ഈ 1,00,000 ചില്ലാനം പ്രവാചകന്മാരും ഒട്ടനവധി വേദഗ്രന്ഥങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വേവലാദികളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ സാധ്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും അവൻ നിരാശനാകുന്ന പ്രശ്നമില്ല. കാരണം ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം പുറത്തു കടക്കാനുള്ള അതിമനോഹരമായ താക്കോലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സങ്കടങ്ങൾക്കുള്ള പരിഹാരം അത് നമസ്കാരമാണ്. ജീവിതത്തിൽ വലിയ സങ്കടങ്ങൾ വന്ന് പ്രയാസപ്പെടുത്തുമ്പോൾ മനസ്സിന് ശാന്തി നൽകാൻ നമസ്കാരത്തോളം വലിയ ഒരു ഇബാദത്തില്ല. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടണമെന്നാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സ്വല്ല. നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, എന്തെങ്കിലും മനസ്സിനെ അലട്ടുന്ന ഒരു സംഭവം ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വിളിക്കാൻ വേണ്ടി ധൃതിപ്പെടുമെന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു നമുക്ക് പറഞ്ഞു. യാ ബിലാൽ അഖിമിസ് സ്വലാ അരിഹ്നാ ബിഹാ, നമസ്കാരത്തിലേക്ക് വിളിക്കൂ, ഞങ്ങൾക്ക് ആശ്വാസം തരൂ എന്നാണ് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം കാണാൻ പറ്റും. അദ്ദേഹം ഒരു യാത്രയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹുതമിൻ്റെ മരണവാർത്ത ഒരു ആൾ വന്നിട്ട് അറിയിക്കണം. ഉടൻ തന്നെ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ അവിടെ നിർത്തി വുളൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് ദീർഘമായി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. തിരിച്ച് ആ നമസ്കാരം കഴിഞ്ഞ് തൻ്റെ ഒട്ടകത്തിലേക്ക് കയറാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മെല്ലെ ഓതുന്നുണ്ടായിരുന്നു എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയണം. എന്താണ് അദ്ദേഹം? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കണമെന്നുള്ള സൂറത്ത് ബക്കറയിലെ ആയത്ത് പതുക്കെ ഓതിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്തേക്ക് കയറിയത് എന്ന് ഈ സഹാബി പറയാണ്. സഹോദരങ്ങളെ, അങ്ങനെയായിരുന്നു സഹാബത്ത്. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ സഹോദരങ്ങളെ നമസ്കരിക്കുക എന്നുള്ളത്, ഒരു പ്രതിസന്ധി വരുമ്പം നമസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ ഏറ്റവും വലിയ ആയുധമാണ്. അള്ളാഹു പഠിപ്പിച്ചതാണ്. വസ്തഈനൂ, നിങ്ങൾ സഹായം ചോദിക്കി ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും. രണ്ടാമത്തെ നമ്മൾ ഓർക്കേണ്ടത് തൗഹീദ് തന്നെയാണ്. സഹോദരങ്ങളെ, ഞാൻ അള്ളാഹുവിൻ്റെതാണ്. ഇന്നാ ലില്ലാഹ്, വല്ലാത്തൊരു വാക്കാണ്. ഒരു പ്രതിസന്ധിയിൽ ഒരു വിശ്വാസി പറയേണ്ട വാക്ക് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഇന്നാ ലില്ലാഹി, ഞാൻ അള്ളാഹുവിനോട്, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. എൻ്റെ ശരീരം അത് അള്ളാഹുവിൻ്റെതാണ്. അല്ലെ, എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ സമ്പാദ്യം, ഞാൻ ഒന്നുമേ ഇല്ലാതെ, ഒന്നും അറിയാതെ, ഒന്നിനും കഴിയാത്തവനായി ഈ ഭൂമിയിലേക്ക് പ്രസവിച്ച് വീണതിന് ശേഷം ഞാൻ എന്തൊക്കെ എൻ്റേതെന്ന് പറഞ്ഞ് നേടിയോ സഹോദരങ്ങളെ? നമ്മൾ പറയുന്നു നമ്മുടെ ഈ ശരീരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഉപജീവന മാർഗം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു തന്നത് അള്ളാഹുവിന് എടുക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഏതൊരു പരീക്ഷണം വരുമ്പോഴും എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ വിശ്വാസിയെ കൽപ്പിച്ചത്. അതുകൊണ്ടാണ്. അത് ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്താണ്. അല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ ഈ ജോലി നേടിയത്, നിങ്ങൾ ഈ സമ്പാദിച്ചത്, ഇതെല്ലാം നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ അടുത്ത് ബെഞ്ചിലിരുന്ന് പഠിച്ച നിങ്ങളുടെ സുഹൃത്തുക്കൾ, അവർക്കില്ലാത്ത ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തന്നത് അത് നമ്മുടെ ഒരു മിടുക്ക് കൊണ്ടാണ്, എൻ്റെ ഒരു അധ്വാനം കൊണ്ടാണ്, അത് എൻ്റെ ബുദ്ധി
യുക്തി കൊണ്ടാണ്, ഞാൻ അന്ന് അങ്ങനെ ഇവരൊക്കെ ഇവിടെ തിരിഞ്ഞളിച്ചപ്പോൾ ഞാൻ ആ ചെറുപ്പത്തിൽ അന്ന് ഗൾഫിക്ക് കയറിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അന്ന് ആ കച്ചവടം ആ സ്ഥാപനം ഞാൻ അന്ന് പ്രയാസപ്പെട്ട് തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഒന്നുകൂടി അർത്ഥം വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റേതാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഏതൊരു പ്രതിസന്ധിയിലും ഒരു അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെ ഉടമപ്പെടുത്തുന്നത്, അള്ളാഹുവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മരണത്തിന് ശേഷം നമ്മളെ വിചാരണ ചെയ്യുന്നത്, അള്ളാഹുവാണ് എനിക്ക് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് എന്ന ബോധം ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം. അത് പ്രതിസന്ധിയിൽ വലിയൊരു ആശ്വാസമാണ് വിശ്വാസിക്ക് നൽകുന്നത്. മൂന്നാമത്തത് സഹോദരങ്ങളെ, വേദനകൾക്കുള്ള പരിഹാരം. വേദനകൾക്ക് മരുന്നുകളുണ്ട്, പാച്ചുകൾ വരെ ഉണ്ട്. ഒട്ടിച്ചാൽ വേദന മാറുന്ന പാച്ച് ഉണ്ട്. ഇഞ്ചക്ഷൻ വെക്ക ആൾക്കാർക്ക് പേടിയുള്ളവരുണ്ടാവും, ഒരു പാച്ച് ഒട്ടിച്ചവർ. സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ ആശ്വാസമാണ്, ശാരീരികവും മാനസികവുമായ എല്ലാ വേദനകൾക്കുമുള്ള വലിയ ആശ്വാസമാണ് വിശുദ്ധ ഖുർആൻ. വനുനസ്സില മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഹൃദയത്തിലുള്ള അസുഖങ്ങൾക്ക് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വലിയ ശമനമാണ്, വലിയ ശിഫയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്താണ്. ഖുർആൻ ഹൃദയത്തിലുള്ള അസ്വസ്ഥതകൾക്കുള്ള മരുന്നാണ്, ശരീരത്തിൻ്റെ മാത്രമല്ല മാനസികമായ അസ്വസ്ഥതകൾക്കുള്ള പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ എന്ന സൂറത്ത് യൂനുസിലെ ആയത്ത് നോക്കി എത്ര കൃത്യമായിട്ടാണ് ഹൃദയങ്ങളിലെ അസ്വസ്ഥതകൾക്കുള്ള, ഇടുക്കത്തിനുള്ള, പ്രയാസങ്ങൾക്കുള്ള ശിഫയാണ് വിശുദ്ധ ഖുർആൻ. അത് കാരുണ്യമാണ്, അത് മാർഗദർശനമാണ് സത്യവിശ്വാസികൾക്ക്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം തൻ്റെ സാദുൽ മആദിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ശാരീരികവും ഹൃദയപരവുമായ എല്ലാ രോഗങ്ങൾക്കും ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ പ്രതിസന്ധികൾക്കുമുള്ള പൂർണ്ണമായ മരുന്നാണ് വിശുദ്ധ ഖുർആൻ എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖുർആൻ നമ്മൾ എത്രത്തോളം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ആ ഖുർആനിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലേ? ഒരു പ്രയാസം വരും, ഒന്ന് ഖുർആൻ എടുത്തുവെച്ച് ഓതിയാൽ ഒരു മനസ്സിന്, ഹൃദയത്തിൻ്റെ വിങ്ങലുകൾക്ക് ഒരു സമാധാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇതേവരെ തോന്നിയിട്ടുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടോ? അതൊരു പ്രയാസം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കുറച്ച് ഖുർആൻ ഓദിക്കള, ഒരു 2 പേജ് എടുത്തുവെച്ച് ഒന്നുകൊണ്ട് ഓദിക്കള എന്ന് പറയാൻ സഹോദരൻ, അങ്ങനെ ഉപദേശിക്കാൻ, അങ്ങനെ പ്രാവർത്തികം, അങ്ങനെ ഒരു പ്രായോഗിക പരിഹാരമായിട്ട് നമ്മളത് ചെയ്തു നോക്കിയിട്ടുണ്ടോ? നമുക്കങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞിട്ട് അതൊന്ന് ഓതി നോക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു മാർഗ്ഗമാണ് സഹോദരങ്ങളെ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്. പാപങ്ങളിൽ നിന്ന് മോചനം, ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം തേടുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതിസന്ധികളിൽ അവന് രക്ഷക്കുള്ള മാർഗമാണ് അല്ലേ? ഏത് മാനസികവും ശാരീരികവുമായ പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിശ്വാസിക്ക് രക്ഷ നൽകുന്ന സാധനമാണെന്ത്? ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ അള്ളാഹു അവൻ്റെ എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും അവനൊരു എക്സിറ്റ് നൽകുമെന്നാണ്, ഒരു മഖ്റജ് ഉണ്ടാക്കുമെന്നാണ്, ഒരു പോംവഴി, ഒരു ഏത് പ്രതിസന്ധിയിൽ നിന്നും, ഏത് ഊരാക്കുടുക്കിൽ നിന്നും അള്ളാഹു ഒരു രക്ഷപ്പെടൽ, ഒരു വഴി അവിടെ ഒരുക്കി കൊടുക്കുന്നത്. എങ്ങനെയാണ്? ഇസ്തിഗ്ഫാർ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു അവന് ആശ്വാസം നൽകുമെന്നാണ്. അവൻ വിചാരിക്കാത്ത ഭാഗത്ത് നിന്നും അള്ളാഹു അവന് ഉപജീവനം നൽകുമെന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും അല്ലേ? ബസറയിൽ ഹസനുൽ ബസറിൻ്റെ അടുത്ത് വന്നിട്ട് 4 ആളുകൾ അദ്ദേഹം അങ്ങനെ ഖുർആൻ ക്ലാസ് നടത്തുമ്പോൾ, ദർസ് നടത്തുമ്പോൾ, ആ ദർസ് കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് ഓരോ പരാതികൾ പറയും. ശാരീരികവും മാനസികവുമായ ആളുകളുടെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം ആളുകൾ ചോദിക്കുമ്പം അദ്ദേഹം അവിടെ ആ സീറ്റിൽ നിന്നിട്ട് അതിന് പരിഹാരം പറയാറുണ്ട്. അപ്പോൾ ഒരാൾ 4 ആളുകൾ വന്നു എന്നാണ്. ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു? ദാരിദ്ര്യത്തെക്കുറിച്ചും വറുതിയെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും പരാതിപ്പെട്ടു എന്നാണ്. രണ്ടാമത്തെ ആൾ തനിക്ക് സന്താനങ്ങളില്ലാത്തതിൻ്റെ, കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി മക്കളില്ലാത്തതിൻ്റെ വിഷമം പറഞ്ഞു എന്നാണ്. മൂന്നാമതൊരാൾ കൃഷിയിൽ തീരെ വിളവ് കിട്ടാത്ത, കൃഷിയൊക്കെ നശിച്ചു പോകുന്നതിനെ പറ്റി പറഞ്ഞു. 4മത്തെ ഒരാൾ വലിയ സാമ്പത്തിക ബാധ്യതകളും കടങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രയാസത്തെക്കുറിച്ചൊരു പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി പരാതിപ്പെട്ടു എന്നാണ്. എല്ലാവർക്കും അദ്ദേഹം ഒരൊറ്റ മറുപടിയാണ് നൽകിയത്. എന്താണ്? നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുക എന്നതായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ചതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത പ്രതിസന്ധികളും വ്യത്യസ്ത പ്രയാസങ്ങളുമായിട്ട് വന്ന ഒരാളോട്, 4 ആളുകളോട് ഒരേ പരിഹാരം എന്തുകൊണ്ടാണ് നിങ്ങൾ നിർദ്ദേശിച്ചത് ചോദിച്ചപ്പം അദ്ദേഹം സൂറത്തു നൂഹിലെ ആയത്ത് ഓതുകയാണ് ചെയ്തത്. എന്താണ്? നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണമെന്ന്, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു, സന്താനങ്ങളെ തരും, മഴ തരും എന്നുള്ള സൂറത്ത് നൂഹിലെ ആയത്താണ് അദ്ദേഹം അതിന് മറുപടിയായി ചോദിക്കൊടുത്തത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വെറും ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന വളരെ നിസാരമായ സംഗതി, അതൊന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായില്ല ഒരു പശ്ചാത്താപത്തോടു കൂടി നമ്മൾ ഇസ്തിഗ്ഫാർ ഉച്ചരിച്ചു കഴിഞ്ഞാൽ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ പല ആളുകളുടെയും നിരാശയ്ക്ക് കാരണം എന്താണ്? അവർ കെട്ടിക്കൂട്ടി അവരുടെ മനക്കോട്ടകളാണ്.
മനക്കോട്ടകളാണ്, സ്വപ്നങ്ങളാണ് അല്ലേ? നമുക്ക് പ്രായോഗികമായി കൈവരിക്കാൻ പറ്റാത്തതും പറ്റുന്നതുമായ കുറേ സ്വപ്നങ്ങൾ പണിതുകൊണ്ട് ആ മനക്കോട്ട കെട്ടിക്കൊണ്ട് അത് കൈവരിക്കാൻ പറ്റാത്തില്ല, അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിനുള്ള സങ്കടം കൊണ്ടാണ് ആളുകൾ പലപ്പോഴും നിരാശപ്പെടുന്നത്. എന്നാൽ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രവർത്തിക്കുക മാത്രമല്ല സഹോദരങ്ങളെ, അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, അത് നടക്കണം എന്നുണ്ടെങ്കിൽ സഹോദരനെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കാത്ത ഒരാഗ്രഹവുമില്ല. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ സ്വീകരിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലേ, രാത്രിയുടെ അവസാനത്തെ 1/3 അതേപോലെ തന്നെ സഹോദരങ്ങളെ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ പ്രാർത്ഥന, നോമ്പ് തുറക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന കുറേ സമയങ്ങളുണ്ട്, ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ. ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ട് അത് നേടാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ ആയുധമാണ് അവൻ്റെ പ്രാർത്ഥന. അതിന് നമ്മൾ ആകെ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താ പറയുക, ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആയുധം അവൻ്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്ത് ബാധിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ ഏറ്റവും പേടിക്കേണ്ട സാധനം അതാണ്. ഒരു വിശ്വാസി ഏറ്റവും ഭയപ്പെടേണ്ട സാധനം അതാണ്. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്തൊരു സാഹചര്യം എൻ്റെ കയ്യിലുണ്ടോ, ഞാൻ അങ്ങനെ വല്ലതും കൊണ്ടു നടക്കുന്നുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യമാണ്. എന്താണത്? ഹറാമായത് ഭക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ? ഒരാളെ പറ്റി ഹദീസിൽ പറയുന്നുണ്ട്, അയാൾ ആകാശത്തിലേക്ക് കൈ ഇങ്ങനെ നീട്ടിയിട്ടുണ്ട്, അയാൾ യാത്ര ചെയ്യാണ്, അയാളെ വസ്ത്രങ്ങളും മുടികളൊക്കെ എന്ത് ചെയ്യുന്നത്, ചളി പുരണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാ വിളിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. കാരണം എന്താണ്? അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാളുടെ ഭക്ഷണം ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാമായ സമ്പാദ്യം കൊണ്ടാണോ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ഭക്ഷിപ്പിക്കുന്നത്? ഹറാമായ സമ്പാദ്യം കൊണ്ടാണോ നിങ്ങളുടെ കുടുംബം ജീവിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരുകയില്ല, ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ട് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉപേക്ഷിക്കണം. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഡേഞ്ചറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മറ്റു പ്രവാചകന്മാരുടെ ഒക്കെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രതിസന്ധിയിൽ അള്ളാഹുവിനോട് വ്യത്യസ്ത രൂപത്തിൽ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആയത്തുകളുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതേ ലഫ്ള് വെച്ച് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് സഹോദരങ്ങളെ? ഇതൊക്കെ ആ പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു വിശ്വാസം ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിധിയെപ്പോലും മാറ്റാൻ ദുആക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. എന്താണ്? പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും ഖദറിനെ തടയുകയില്ല എന്നാണ്. അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യം നടപ്പിലാകാൻ ഒരു തടസ്സമില്ല എന്നാണ്. പക്ഷെ പ്രാർത്ഥനക്ക് ഒരു പക്ഷേ അതിനെ മാറ്റാൻ കഴിഞ്ഞേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ എന്താ നിങ്ങൾ ഒരു കോൺഫിഡൻസോടെ പ്രാർത്ഥിക്കണം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ എൻ്റെ റബ്ബ് അതിനിക്ക് ഉത്തരം നൽകുമെന്ന 100% ആത്മാർത്ഥതയോടും കോൺഫിഡൻസോടും കൂടിയാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ തൗഹീദ് ക്ലിയർ, നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്. ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഒരു ദാനമായി നൽകിയ ജീവിതമാണിത്. ഇവിടെ എന്തൊക്കെ നമ്മളുടേതായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ ഫദ്ലും ഔദാര്യവും മാത്രമാണ്. അത് അള്ളാഹുവാണ് അതിനെ ഉടമപ്പെടുത്തുന്നത്. അതെപ്പോൾ വേണമെങ്കിലും തിരിച്ചു പിടിക്കും. ഈ യാത്ര ഏത് നിമിഷത്തിൽ എവിടെ വേണമെങ്കിലും ഹാൾട്ടാകേണ്ടി വരും. ഇത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് എന്ന ബോധം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുക എന്നുള്ള. 2, നമസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടാൻ നമ്മൾ ശീലിക്കണം. അങ്ങ് ഇസ്തിഗ്ഫാർ പതിവാക്കുക എന്നുള്ളത്. ദുആ കൊണ്ട് സഹോദരങ്ങളെ, ദുആ കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, സ്വപ്നങ്ങൾ പൂവണിയാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് അത് മാറ്റാൻ നമ്മൾ ആദ്യമായി ശ്രമിക്കണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ അതിന് പകരമായി അള്ളാഹു വിശ്വാസിക്ക് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള അല്ലേ? വബശ്ശിരി സ്വാബിരീൻ,
വിശ്വസിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ആ സന്തോഷ വാർത്ത സഹോദരങ്ങളെ? ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ വിരുന്നായ സൽക്കാരമായ ജന്നാത്തുൽ ഫിർദൗസാണ്. ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിൽ എന്തൊക്കെ ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെട്ടാലും അതിന് പകരമായി അള്ളാഹു സ്വർഗം നൽകുമെന്നുള്ളത്, ശാശ്വതമായ സ്വർഗം നൽകുമെന്നുള്ളത്, അവസാനിക്കാത്ത അനുഗ്രഹങ്ങളുടെ ഈറ്റില്ലമായ ആ സ്വർഗമാണ് അള്ളാഹു വിശ്വാസികൾക്ക് വിരുന്നായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഒരു വിശ്വാസിക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അതുകൊണ്ട് ആ ഒരു ബോധം വിശ്വാസിക്ക് നമുക്കുള്ളതാണ്. സ്വർഗം, എൻ്റെ റബ്ബ് എൻ്റെ ഒന്നും, ഈ പ്രയാസങ്ങളൊന്നും വെറുതെയാകൂല എന്നുള്ളത്, എൻ്റെ സ്ട്രഗിൾ അള്ളാഹു കാണുന്നുണ്ട് എന്നത്. സഹോദരത്തെ എപ്പോഴും സ്ട്രഗിൾ ആകുക, അതിൽ പ്രയാസമുണ്ടാകുമ്പോൾ, വിഷമിക്കുമ്പോൾ അതിൽ ക്ഷമിക്കാൻ ഒരു വിശ്വാസിക്ക് ഉണ്ടാവുന്ന വലിയൊരു കഴിവ് അത് ഈ പരലോകത്തെക്കുറിച്ചുള്ള ബോധമാണ്. മരണാനന്തര ജീവിതത്തിൽ എനിക്കതിന് പ്രതിഫലം നൽകപ്പെടുമെന്നുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫല വേദിയെക്കുറിച്ചുള്ള ബോധമാണ്. ഇതൊക്കെ തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ ജീവിതത്തിൽ ഫാത്തിഹയിലൊക്കെ നിരന്തരം ചൊല്ലി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മാലിക് യൗമിദ്ദീൻ എന്ന് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ആ പരലോക വേദിയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സ്ട്രഗിൾ ഒരിക്കലും നഷ്ടമാവില്ല, ഈ പ്രയാസങ്ങൾ ഒരിക്കലും നഷ്ടമാകൂല എന്ന ബോധമാണ് ഈ ആയത്തുകളും ഈ ഹദീസുകളും എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ശരിയായ കാഴ്ചപ്പാടാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുമെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നത് പരീക്ഷണമാണ്. ഇതിൻ്റെ ഡീഫാൾട്ട് തന്നെ പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ജീവിതത്തെ സംവിധാനിച്ചത്. പരീക്ഷണം എന്ന് പറയപ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് അത് പരീക്ഷണമായി വരിക. സാമ്പത്തികമായി വിശാലതയുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൊന്നും തളരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സാമ്പത്തിക വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് അതൊരു പരീക്ഷണമാവില്ല. നമുക്ക് ഏറ്റവും ക്രൈസുള്ളിടത്താണ് നമ്മളെ പിടിക്കുക. നമുക്ക് കുടുംബ ബന്ധങ്ങളിലും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലും അങ്ങനത്തെ കുടുംബ ബന്ധങ്ങളിലാണ് നിങ്ങൾ സംതൃപ്തി കണ്ടത്, അതിലാണ് നിങ്ങൾക്ക് ഏറ്റവും ക്രൈസ് ഉള്ളതെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കുക. മക്കളെയും ഭാര്യയെയും ഒക്കെ എന്ത് ചെയ്യാണ്, അവരെ റൂഹിനെ പിടിച്ചുകൊണ്ട് അവരെ മരിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പരീക്ഷിക്കപ്പെടുക. സാമ്പത്തികമായി ഭയങ്കര ക്രൈസുള്ള ആളാണെങ്കിൽ ബിസിനസ്സിൽ നഷ്ടമുണ്ടായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അള്ളാഹു ഒരാളെ പരീക്ഷിക്കുക. അപ്പോൾ ഏതൊരു കാര്യത്തിലാണോ ഒരാൾക്ക് ഏറ്റവും ഇടങ്ങേറുണ്ടാകുക അവിടെയാണ് പടച്ചോൻ അപ്പോൾ ഇത് പരീക്ഷണമാവുള്ളൂ. സാമ്പത്തികമായി കുലുങ്ങാത്ത ഒരാൾക്ക് എത്ര കോടി നഷ്ടപ്പെട്ടാലും കുലുങ്ങാത്ത ഒരാൾക്ക് അതൊരു പരീക്ഷണമാവില്ല. അപ്പോൾ അതുകൊണ്ട് സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തുടക്കത്തിൽ യാക്കൂബ് നബി പറയുന്നുണ്ട്, യൂസുഫിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭയപ്പെടുന്ന കാര്യത്തിൽ തന്നെയാണ് അള്ളാഹു യാക്കൂബ് നബിനെ പരീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും എന്തിനാണോ പേടിക്കുന്നത് അതിൽ തന്നെയാണ് നമ്മളെ പരീക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, അപ്പോഴേ അത് പരീക്ഷണമാവുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പരീക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഒരു പരീക്ഷണത്തെ അതിജീവിക്കേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ അതിന് മൊത്തം പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ അവരെന്ത് നിലപാടാണ് സ്വീകരിച്ചത്, എങ്ങനെയാണ് ആ പരീക്ഷണത്തെ അവർ അതിജീവിച്ചത് എന്ന വളരെ വ്യക്തമായ ഒരു പിക്ചറാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടുക. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ലളിതമായൊരു കാര്യമുണ്ട്. നബിയുടെ ജീവിതം എടുത്തെങ്കിൽ 13 വർഷത്തെ മക്ക കാലഘട്ടം, 10 വർഷത്തെ മദീന കാലഘട്ടം എന്ന 23 വർഷം അതിങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും, അത് ചൈനയിലാകട്ടെ അല്ലേ, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ എങ്ങനെ രഹസ്യമായി മുസ്ലിമായി ജീവിക്കുന്നുണ്ടോ, ഇനി പരസ്യമായി അധികാരമുള്ള ഒരു ഖലീഫയുടെ കീഴിൽ ഒരാൾ എങ്ങനെ മുസ്ലിമായി ജീവിക്കണമെന്നോ, അത് ഇന്ന് ലോകത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ടോ അതിലൊക്കെ ജീവിക്കാനുള്ളൊരു മാർഗദർശനം, ഒരു മോഡൽ ഈ 23 വർഷം കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാതൃകല്ലാത്തൊരു പ്രശ്നം ഇസ്ലാമിക ചരിത്രത്തിലില്ല അല്ലേ. ആ 23 വർഷത്തെ പ്രവാചക ജീവിതം എന്നത് ഇനി ലോക അവസാനിക്കോളം ഏതൊരു വിശ്വാസി അതാരുടെ കയ്യിൽ ജീവിച്ചാലും, അത് ഏറ്റവും അക്രമിയായ ഒരു അവിശ്വാസിയായ ഭരണാധികാരിക്ക് കീഴിൽ ജീവിക്കേണ്ടി വന്നാലും, അതല്ല ഏറ്റവും വിശ്വാസിയായ ഒരു ഭരണാധികാരിക്ക് കീഴിൽ ജീവിക്കേണ്ടി വന്നാലും, അതല്ലാത്തൊരു ഒരധികാരം ഭരണമില്ലാത്ത സ്ഥലത്ത് ഒരാൾ മുസ്ലിമായി ജീവിക്കുകയാണെങ്കിലും, വ്യക്തിപരമാകട്ടെ സാമൂഹികപരമാകട്ടെ ഏത് ലെവലിലും അതിനൊരു മാർഗം, അതിനൊരു മോഡൽ, അതിൻ്റെ ഒരു രൂപം ഈ 23 വർഷം അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം പഠിക്കുന്ന ആ ചരിത്രം കൃത്യമായിട്ട് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ഏതൊരാൾക്കും മനസ്സിലാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മാതൃകയില്ലാത്ത, എങ്ങനെ ജീവിക്കണമെന്നതിന് മാർഗദർശനമില്ലാത്ത ഒരു പ്രശ്നം ഒരു വിശ്വാസിക്കില്ല. അവിടെ അള്ളാഹുവിൻ്റെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകരിൽ ഉള്ളത് എന്ന അള്ളാഹുവിൻ്റെ വചനം അതെത്ര ആശ്വാസമാണ്. നിങ്ങൾ ലൈലുഹാ കനഹാരിഹാ, അള്ളാഹുവിൻ്റെ ഈ സിറാത്തുൽ
മുസ്തഖീമിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞ തരങ്ങൾ, അതിൻ്റെ രാത്രി പകൽ പോലെ വെളിച്ചമുള്ളതാണ്, ഒരു അവ്യക്തതല്ല, ഒരു ക്ലാരിറ്റി കുറവില്ല. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. പിന്നെ എന്തുണ്ട്? വബൈനഹുമാ മുഷ്തബിഹാത്തുൻ, ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംശയമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. സംശയമുള്ളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അതാണ് സഹോദരങ്ങളെ, പരലോകത്ത് രക്ഷപ്പെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, വിചാരണയിൽ കുടുങ്ങിപ്പോകരുത് എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ബാങ്കിലേക്ക് പോകുമ്പോൾ നമ്മളെടുത്ത് കള്ളനോട്ട് പെട്ടുകണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊണ്ടുപോകില്ല, അല്ലെ? നമുക്ക് ഉറപ്പുള്ള ഒറിജിനൽ ബാങ്കിൽ നിന്ന് കിട്ടിയ കെട്ട് നമ്മൾ കൊണ്ടേ കൊടുക്കുള്ളൂ. അങ്ങനെ സംശയമുള്ള നോട്ടായിട്ട് നമ്മൾ ഒരു കുടുങ്ങുന്ന സ്ഥലത്തേക്ക് പോകില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിചാരണക്ക് ഹാജരാകുമ്പോൾ നമുക്കൊരു ടെൻഷനുള്ള വിഷയം, ഹലാലും ഹറാമുമാണോ, ഇത് ഹറാമിൽ പെടുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ നിലപാട്. അതുകൊണ്ട് ഈ ദീന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും, അങ്ങനെ അള്ളാഹുവിലേക്കുള്ള യാത്ര, അള്ളാഹുവിനെ പരലോകത്ത് പൂർണ്ണചന്ദ്രനെ പോലെ, നമ്മൾ പൂർണ്ണചന്ദ്രനെ നോക്കിക്കാണുന്നത് പോലെ നാളെ റബ്ബിനെ നോക്കിക്കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്ന ഏറ്റവും ഭാഗ്യവാന്മാരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.